ഫ്രുഗ്യ, ഇംഗ്ലീഷിൽ ഫ്രിഗ്യ എന്ന് പറയും. ദക്ഷിണ പശ്ചിമ ഏഷ്യ മൈനറിലെ ഒരു ഉൾനാടൻ പ്രവിശ്യയായിരുന്നു ഫ്രുഗ്യ. ഈ പ്രദേശത്തിൻ്റെ അതിരുകൾ നിരന്തരം മാറ്റത്തിന് വിധേയമായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഗലാത്യ, ആസ്യ എന്നീ റോമൻ പ്രവിശ്യകളിൽ ഉൾപ്പെട്ടിരുന്ന ഉൾപ്രദേശമായിരുന്നു ഫ്രുഗ്യ. കൃഷിയും ആടുവളർത്തലുമാണ് പ്രധാന തൊഴിൽ. BC 2-ാം സഹസ്രാബ്ദാവസാനത്തിൽ ഫ്രുഗ്യർ ഗ്രീസിൽ നിന്ന് തെക്കോട്ട് വ്യാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ടോറസ് പർവ്വതനിരകളുടെ വടക്കുള്ള ഏഷ്യ മൈനറിൻ്റെ മധ്യഭാഗവും പടിഞ്ഞാറു ഭാഗവും അവർ കൈവശമാക്കി. പുരാതന നഷ്ടശിഷ്ടങ്ങളിൽ നിന്നും അവരുടെ തലസ്ഥാനം ഗോഡിയോനും പ്രധാന രാജാവ് മിഡാസുമായിരുന്നുവെന്ന് തെളിഞ്ഞു. പെർഗമാമിലെ അറ്റാലസ് രാജാക്കന്മാരുടെ കാലത്ത് അവർ ഗ്രീക്ക് സ്വാധീനത്തിന് വിധേയരായി. BC 116 ഫ്രുഗ്യയുടെ സിംഹഭാഗവും റോം ആസ്യ പ്രവിശ്യയോട് ചേർത്തു. ഫ്രുഗ്യയുടെ കിഴക്കേ അറ്റം BC 25 ഗലാത്തിയോട് ചേർത്തു. പെന്തക്കോസ്ത് നാളിൽ ഫ്രുഗ്യർ യെരുശലേമിൽ എത്തിയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യം. ഫ്രുഗ്യയെ വിശാല അർത്ഥത്തിൽ ഗണിക്കുകയാണെങ്കിൽ പൗലോസും ബർണബാസും 1-ാം മിഷണറി യാത്രയിൽ തന്നെ ഇവിടെ ക്രിസ്തുമാർഗം പ്രചരിപ്പിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 13-13, 14-24. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. എന്നിങ്ങനെ പൗലോസും ശീലാസും 2-ാം മിഷണറി യാത്രയിൽ ഫ്രുഗ്യയിൽ എത്തിയതിനെ വിവരിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-6. 3-ാം മിഷണറി യാത്രയിൽ എഫേസോസിലും കൊരിന്തിലും പോകുമ്പോൾ പൗലോസ് ഫ്രുഗ്യ സന്ദർശിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 18-23. വളരെയേറെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും ഈ പരാമർശത്തോടെ ഫ്രുഗ്യ തിരുവെഴുത്തുകളിൽ നിന്ന് മറയുകയാണ്.